ITBP-ലേക്കാണ് പുതിയൊരു അപേക്ഷ ഇപ്പോൾ അസിസ്റ്റന്റ് കമാൻഡന്റ് പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുള്ളത്. എഞ്ചിനീയറിംഗ് വിങ്ങിലേക്കുള്ള അപേക്ഷയാണ് വിളിച്ചിട്ടുള്ളത്. ITBP 2026 നോട്ടിഫിക്കേഷനാണ്. യോഗ്യതയുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിന് ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. AC പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് വിളിച്ചിട്ടുള്ളത്. സോ അപേക്ഷ തുടങ്ങിയത് 21/4/2026 ഏകദേശം നിങ്ങൾക്ക് 20/5/2026 വരെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനും സാധിക്കുന്നതാണ്. വേക്കൻസി നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ 6 വേക്കൻസിയാണുള്ളത്. ജനറലിന് 4, OBC-ക്ക് 1, അതുപോലെ ST-ക്ക് 1 എന്നീ നിലയിലാണ് വേക്കൻസി റിസർവ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള SC-ക്കെല്ലാം അപേക്ഷിക്കാം, പക്ഷെങ്കിൽ ജനറൽ ആയിട്ടായിരിക്കും പരിഗണിക്കുക എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. സാലറി സ്കെയിൽ നമ്മുടെ പുതിയ പേ കമ്മീഷനൊക്കെ വരുമ്പോൾ ഇതിലും കൂടും. 56,100 ബേസിക് പറയുന്നത്. ഇതിൻ്റെ കൂടെ അലവൻസ് ഒക്കെ ലഭിക്കും. അപ്പോൾ 1,77,500 രൂപ വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് ഇത്. യോഗ്യത വർക്കുള്ളത് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ആണ്, സിവിൽ എഞ്ചിനീയറിംഗ് ആണ് കേട്ടോ വർക്കുള്ളത്. സിവിൽ എഞ്ചിനീയറിംഗിലുള്ള ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഏജ് ലിമിറ്റ് 30 വയസ്സിൽ കവിയാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 30 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. SC ST-ക്ക് 5, OBC-ക്ക് 3 വർഷത്തെയും പ്രായത്തിലിളവും കൂടി നൽകപ്പെടുന്നുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കാം. സോ ഇതിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഇതിൻ്റെ സെലക്ഷൻ്റെ ക്രൈറ്റീരിയയിലേക്ക് കടക്കാവുന്നതാണ്. 165 സെൻറ്റിമീറ്റർ ആൺകുട്ടികൾക്കും 157 സെൻറ്റിമീറ്റർ പെൺകുട്ടികൾക്കും, ആൺകുട്ടികൾക്ക് 81 സെൻറ്റിമീറ്റർ ചെസ്റ്റും 86 ആക്കാൻ എക്സ്പാൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടി പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഹൈറ്റിൻ്റെയും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഫിസിക്കലിലേക്ക് കൂടുതൽ ആഴത്തിൽ നോക്കുകയാണെങ്കിൽ ഹൈറ്റിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുപോലെ നമുക്ക് ഫിസിക്കൽ എഫിഷ്യൻസിയിലേക്ക് വരുന്ന സമയത്ത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റുകളും അതുപോലെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റുകളും നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ നമുക്ക് 100 മീറ്റർ ഓട്ടം 16 സെക്കൻഡുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം ആൺകുട്ടികൾ. പെൺകുട്ടികളുടെ കോളമാണ് രണ്ടാമത് പറയുന്നത് 18 സെക്കൻഡ്സിലാണ്. ലോങ് ജമ്പ് പറയുന്നുണ്ട് 3.5 മീറ്റർ, അതുപോലെ തന്നെ 3 മീറ്റർ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടിനും 3 ചാൻസ് ലഭിക്കും. അപ്പോൾ ഈ 3 ചാൻസിൽ ഏതെങ്കിലും ഒന്ന് കവർ ചെയ്താൽ മതി. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ലഭിക്കും. 800 മീറ്റർ റേസ് ഇവിടെ പറയുന്നുണ്ട്. 3 മിനിറ്റ് 45 സെക്കൻഡ് ആൺകുട്ടികൾക്കും 4 മിനിറ്റ് 45 സെക്കൻഡ് പെൺകുട്ടികൾക്കുമാണ് പറഞ്ഞിട്ടുള്ളത്. ഷോർട്ട് പുട്ട് 7.26 കിലോഗ്രാമിൻ്റെ ആണ്. 4.5 മീറ്റർ ആൺകുട്ടികൾ എറിയണം, 3 ചാൻസ് ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പെൺകുട്ടികൾക്ക് ആ ഒരു ഇവൻ്റ് ഇല്ല. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ വരുന്ന നമ്മുടെ ഈ സിലബസ് ആണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ വരുന്നത്. നമ്മുടെ കൃത്യമായിട്ടുള്ള ഈ ഒരു ചോദ്യം ഏകദേശം SSC-ൻ്റെ ആ ഒരു പാറ്റേൺ ഒക്കെ പിടിച്ചുകൊണ്ടുള്ള നമ്മുടെ ജനറൽ അവയർനെസ്, റീസണിങ്, പിന്നെ മാത്സ്, ഇംഗ്ലീഷ് ഈ ഒരു മെത്തേഡിലാണ് വരുന്നത്. 2 മണിക്കൂറിൻ്റെ പരീക്ഷയാണെന്നും പറയുന്നുണ്ട്. സോ ഇതാണ് എക്സാമിനേഷൻ്റെ പാറ്റേൺ ആയിട്ട് പറയാനായിട്ടുള്ളത്. പിന്നെ പേപ്പർ 2 ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. എഞ്ചിനീയറിംഗ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വരുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ നമുക്ക് അപേക്ഷിക്കുന്ന വെബ്സൈറ്റിൽ നിന്ന് തന്നെ എടുക്കാവുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കുന്ന വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. സോ ഈ ഒരു വെബ്സൈറ്റിലൂടെ നമുക്കിതിന് അപേക്ഷ സമർപ്പിക്കാൻ രജിസ്റ്ററും ലോഗിനൊക്കെ ചെയ്തിട്ട് നമുക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ITBP-ൻ്റെ അസിസ്റ്റന്റ് കമാൻഡ്. ഇതിൻ്റെ താഴെ നമുക്ക് വന്നിട്ടുള്ള സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സിൻ്റെയാണ്, നമ്മൾ വീഡിയോ ചെയ്തതാണ്. സോ ഇവിടെ വന്നിട്ടുള്ള ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് ഫോർ ദി പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് കമാൻഡന്റ്. ഇതിൽ നിൽക്കി നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. കൂടുതൽ കാര്യങ്ങൾ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിക്കണം എന്നുള്ളവർക്ക് അവിടെ നിന്ന് വായിച്ചെടുക്കാവുന്നതാണ്. പിന്നെ ലോഗിൻ ചെയ്ത് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാനും സാധിക്കും.